ಸ್ತೋತ್ರಂ പറഞ്ഞു. നമ്മളെന്നോ മരിച്ചു പോയവരായിരുന്നു. ನಾವಿವತ್ತು ಸತ್ತು ಹೋದವರಾಗಿದ್ದೆವು. നമ്മൾ എന്നെ കാണാതെ പോയവരായിരുന്നു. പക്ഷെ നമ്മളെ തേടി വരുന്ന ഒരപ്പനുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ എന്നെ മരിച്ചു പോയവരായിരുന്നു. നമ്മളെ ഇന്നും ജീവിപ്പിച്ചൊരപ്പനുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത്. ನಾವಿವತ್ತು ಸತ್ತು ಹೋಗಬೇಕಾದ್ರೆ ದೇವರ ಪ್ರೀತಿ ನಮ್ಮನ್ನು ಹುಡ್ಕೊಂಡು ನಾವಿಲ್ಲಿ ಬಂದಿದ್ದೀರಿ. എൻ്റെ പേര് അഖിൽ ബാലൻ എന്നാണ്. ನನ್ನ ಹೆಸರು ಅಖಿಲ್ ಅಂತ. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പിറവത്താണ്. ನನ್ನ ಮನೆ ಎರ್ನಾകുളം ಅಕೆಲ ಭಾಗದಲ್ಲಾಗಿದೆ. ഞാൻ നിങ്ങളുടെ പാസ്റ്ററിൻ്റെ അയലക്കത്തുള്ളതാണ്. ഞങ്ങളൊരു 8 കിലോമീറ്റർ ഉള്ളിലുള്ള ആൾക്കാരാണ്. ನಮ್ಮ ಪಾಸ್ಟರ್ ಹತ್ರ ಒಂದು 8 ಕಿಲೋಮೀಟರ್ ದೂರದ ವ್ಯಕ್ತಿಗಳು. പരിചയപ്പെടുന്നത് ഇവിടെ വന്നിട്ടാണ്. പരിചയಗೊಳ್ಳದೆ ನಾವಿಲ್ಲಿ ಬಂದಿದ್ದೀರಿ. ദൈവം ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യണത്. ದೇವರು ಒಬ್ಬೊಬ್ಬರನ್ನು ಇದೇ ತರ ಆಗಿದೆ ಕನೆಕ್ಟ್ ಮಾಡೋದು. ആ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ಆ ಪ್ರೀತಿಯ ನೆನೆಸಿದೆ ನಾನು ವಂದನೆ ಸಲ್ಲಿಸಿದ್ದೀನಿ. ഇത് പ്രിയ സഹോദരൻ്റെ ഒരു ജീവിത അനുഭവം എഴുതിയതാണ്. പക്ഷേ ഇത് എൻ്റെ ജീവിതമായിട്ട് നല്ല മാറ്റമുള്ളൊരു കാര്യമാണ്. ಇದೊಂದು ಸಹೋದರನ ಜೀವಿತ ಕಥೆ ಆಗಿದೆ. ಆದರೆ ನನ್ನ ಜೀವಿತದಲ್ಲಿ ತುಂಬ ಬದಲಾವಣೆ ತರೋ ವಿಷಯವಾಗಿದೆ. ഞാൻ കാണാതെ പോയിട്ട് 6 വർഷം ഞാൻ കാണാതെ പോയതായിരുന്നു. പക്ഷേ എന്നെ ആ അപ്പൻ തേടി വന്നതുകൊണ്ടാണ് ഇന്ന് ഈ ബാംഗ്ലൂരിൻ്റെ മണ്ണിൽ വന്ന് നിൽക്കാൻ വേണ്ടി പറ്റിയത്. 6 ವರ್ಷಗಳ ನಾನು ಕಾಣದೆ ಹೋಗಿದ್ದೆ. ಆದರೆ ದೇವರ ಪ್ರೀತಿ ಹುಡುಕಿದ ಕಾರಣವಾಗಿ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ನಾನು ಬಂದು ನಿಂತಿರೋದು. ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദു ആയിരുന്നു. ನಾನು ಒಂದು ಹಿಂದೂ ಸಮುದಾಯದಲ್ಲಿ ಹುಟ್ಟಿದೆ. ನನ್ನ ತಂದೆ ತಾಯಿಯೆಲ್ಲ ಹಿಂದೂ ಆಗಿದ್ರು. എന്നാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മക്കളുണ്ടാവാൻ താമസിച്ചപ്പോഴത്തേനും മക്കളുണ്ടാവാനുള്ളൊരു വഴിയായിട്ടാണ് ഈ ബെന്തിക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നത്. ನನ್ನ ತಂದೆ ತಾಯಿಗೆ ಮಕ್ಕಳಿಲ್ಲದೆ ಇರೋ ಕಾರಣವಾಗಿ ಬೆಂದಿಕೋಸ್ ದಾರಿಗಳಲ್ಲಿ ಬಂದರು. എന്നാൽ എൻ്റെ ജനശേഷം എനിക്ക് പല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശരീരം നീല കളറാവണ ഓരോ അസുഖമൊക്കെ ആയിരുന്നു. ನಾನು ಹುಟ್ಟಿದ ನಂತರ ನನ್ನ ಶರೀರ ಅನೇಕ ಬಣ್ಣಗಳಾಗಿ ಬದಲಾಗಿತ್ತು. എന്നാൽ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിന്നെ ദൈവത്തിന് സമർപ്പിച്ച് ഇത് ഈ മകന് ജീവനോടുകൂടി തരുവാണെങ്കിൽ ദൈവത്തിന് സമർപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. ನನ್ನ ತಾಯಿ ದೇವರೊಂದಿಗೆ ಸಮರ್ಪಣೆ ಜೀವಂತವಾಗಿ ಮಗನನ್ನು ಕೊಟ್ಟು ಈ ಮಗನನ್ನು ನಿನಗೆ ಕೊಡ್ತೀನಿ ಅಂತ ಸಮರ್ಪಣೆ ತಗೊಂಡ್ರು. എന്നാൽ ഞങ്ങളൊരു സഭയിൽ നിൽക്കുകയും കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പിന്മാറ്റത്തിൽ പോകുന്ന അവസ്ഥയുണ്ടായി. ನಾನು ಸಭೆಯಲ್ಲಿ ನಿಂತ್ಕೊಂಡು ನಿಧಾನವಾಗಿ ನಾನು ಹಿಂದೆ ಜರ್ಕೊಂಡು ಹೋದೆ. എന്നാൽ നമ്മളിലെ പിശാച് ചെറിയ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റാതെ ആയിപ്പോയി. സാത്താൻ ജീവിതത്തിൽ ചിಕ್ಕ ಚಿಕ್ಕ ರೀತಿಯಲ್ಲಿ ಕ್ರಿಯೆ ಮಾಡೋದು ತಿಳಿಯದೆ ಹೋಗಿಬಿಡ್ತು. ആദ്യം നമുക്ക് നമ്മുടെ സഭയിലുള്ള സഹോദരന്മാരെ പോലും ഒരു സ്നേഹമില്ലാത്ത അവസ്ഥയായി. സഭയിലുള്ള വ്യക്തികൾ ಕೂಡ ಪ್ರೀತಿ ಇಲ್ಲದ ಸ್ಥಿತಿ ಆಯಿತು. പിന്നെ അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ പോലും നമുക്കതൊരു എതിർപ്പാവുന്ന ഒരു അവസ്ഥയായി. ಅವರು ಒಳ್ಳೆದಿಗೆ ಹೇಳುವ ಕಾರ್ಯಗಳು ನಮಗೆ ವಿರೋಧವಾಗಿ ಕೂಡ ಅದು ಅನ್ನಿಸ್ತು. അങ്ങനെ പയ്യെ പയ്യെ നമ്മളെ പിശാച് ആ ദൈവസ്നേഹത്തിൽ നിന്ന് പിൻപോട്ട് വലിച്ചുകൊണ്ടിരുന്നു. ಮತ್ತೆ ನಿಧಾನವಾಗಿ ದೇವರ ಪ್ರೀತಿಯಿಂದ ನಾನು ಹಿಂದೆ ಜರುಗಿ ಬಂತು. എന്നാൽ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ സഭായോഗത്തിന് പോകാതെയായി. ಆ ಥರ ಸ್ವಲ್ಪ ದಿನ ನಂತರ ಸಭೆ ಈ ಕೂಟಕ್ಕೆ ಹೋಗದೆ ಆಯಿತು. പിന്നെ നമ്മൾ പുറത്തുള്ള ഓരോ കൂട്ടുകാരന്മാരുമായിട്ട് കൂട്ടായി. ಮತ್ತೆ ಹೊರಗಿನ ಸ್ನೇಹಿತರ ಜೊತೆ ಗುಂಪು ತಗೊಂಡೆ. പിന്നെ നമ്മൾ ആ ദൈവസ്നേഹത്തിൽ നിന്ന് പോന്ന് പിന്നെ ലോകത്തുള്ള കൂട്ടുകാരന്മാരുടെ കൂടെയായി. പിന്നെ അവരുടേതായ വഴിക്ക് നടക്കാൻ തുടങ്ങി. നമുക്ക് ദൈവസഭയിൽ കിട്ടുന്നതിനേക്കാൾ സന്തോഷം പുറത്തു നിന്ന് കിട്ടുന്ന ഒരു അവസ്ഥയായി. ಲೋಕದ ಸ್ನೇಹಿತರನ್ನು ಹುಡುಕಿ ಹೋದೆ. ಅಂತದ ದೇವರ ಪ್ರೀತಿಯೆಲ್ಲ ಬಿಟ್ಟು ಹೋಗಿದ್ದೆ. ಲೋಕದ ಪ್ರೀತಿಯನ್ನು ಹುಡುಕೊಂಡು ಹೋದೆ. എന്നാൽ ഞാൻ സഭയ്ക്ക് പുറത്ത് വലിയൊരു സുഹൃത്ത് വലയത്തെ സൃഷ്ടിക്കുകയും സഭയിൽ നിന്നുള്ള കോണ്ടാക്ട് പൂർണ്ണമായിട്ട് വിടുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ಸಭೆಯ ಜೊತೆ ಗುಂಪೆಲ್ಲ ತೆಗೆದು ಹಾಕಿ ಲೋಕದ ಗುಂಪನ್ನು ಎಲ್ಲ ಕನೆಕ್ಟ್ ಮಾಡಿ ಎಲ್ಲ ಸಂಬಂಧಗಳೆಲ್ಲ ಮುರಿದು ಹಾಕಿದೆ. എന്നാൽ പലപ്പോഴും എന്നിൽ ഒരു ദൈവവിളി ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ಅನೇಕ ಸಮಯ ನನ್ನಲ್ಲಿ ದೇವರ ಕರೆ ಇದೆ ಅಂತ ಅನೇಕರು ಹೇಳಿದ್ರು. എന്നാൽ ഞാൻ കഴിഞ്ഞ കാലത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതൊന്നും കാണാതെ ഞാൻ ലോകത്തിലേക്ക് പോയി. അത് ಹೋದ ಕಾಲದಲ್ಲಿ ಏನು ನೋಡದೆ ಲೋಕಕ್ಕೆ ಹಿಂತಿರುಗಿ ಹೋದೆ. പിന്നീട് ഞാൻ റെന്റേക്കാറിന്റെ പരിപാടിയായിരുന്നു. ಮತ್ತೆ ರೆಂಟೇಕಾರ್ನ ಕೆಲಸವಾಗಿತ್ತು. പിന്നീട് ഞാൻ റെന്റേക്കാറിന്റെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഓരോ സുഹൃത്ത് ബന്ധങ്ങളെ ഉണ്ടാക്കി. പിന്നെ അവിടെയുള്ള ഗുണ്ടകളുമായിട്ടൊക്കെ കൂട്ടായി. പിന്നെ സെറ്റിൽമെൻറ്റുകളായി.
അങ്ങനെ ഞാൻ പൂർണ്ണമായി തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ലോകത്തിൻ്റെ ചതിക്കുഴിയിലേക്ക് പെട്ടുപോയി. ಆ ಕೆಲಸಕ್ಕೆ ಹೋಗಿ ಅನೇಕ ಸ್ನೇಹಿತರನ್ನು ಉಂಟು ಮಾಡಿದೆ, ಅನೇಕ ಗುಂಡಾಯಿಸಂಗೆ ಅದಕ್ಕಾಗಿ ನಾ ಇಲ್ಲದೆ ದೇವರ ಸನ್ನಿಧಿಗೆ ಬರಕ್ಕಾಗದೆ ಹಂಗೆ ತಿರುಗಿ ಹೋದೆ. പിന്നെ ലോകത്തിൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോയി ദൈവത്തെ മറന്നു പോകുന്നൊരവസ്ഥ, പ്രാർത്ഥന പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. ಲೋಕದಲ್ಲಿ ತಿರುಗಿ ಹೋದೆ, ಪ್ರಾರ್ಥನೆ ಕೂಡ ಇಲ್ಲ ಸ್ಥಿತಿಯಾಗಿ ಹಂಗೆ ಹೋಗಿಬಿಟ್ಟೆ. എന്നാൽ ഞാൻ ഈ പിന്മാറ്റത്തിൻ്റെ 6 വർഷങ്ങൾക്കിടയിൽ ഒരു ദിവസം എനിക്ക് ഞാൻ ചെന്ന് പെട്ടേക്കണ കാര്യങ്ങളിൽ നിന്ന് എനിക്കൊരു തിരിച്ചുവരവില്ല എന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറിപ്പോകാനിട വന്നു. ಹೋದ 6 ವರ್ಷದಲ್ಲಿ ನನಗೆ ಹಿಂತಿರುಗಿ ಬರಕ್ ಆಗದೇ ಇರೋ ಗಟ್ಟಿಗಳೇ ಆಗಿಬಿಡ್ತು. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പല പല വലിയ വലിയ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയത് കൊണ്ടും അവരുടെ പല രഹസ്യങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ടും എനിക്കൊരിക്കലും ഒരു മടങ്ങിവരവില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ದೊಡ್ಡ ಗುಂಪಿನ ಸಂಖ್ಯೆಯಲ್ಲಿ ಹೋದ ಅನೇಕ ರಹಸ್ಯಗಳನ್ನ ಅವರ ವಿಷಯಗಳೆಲ್ಲ ತಿಳಿದು ಅದಕ್ಕೆ ಅದರಿಂದ ಹೊರಗೆ ಬರಕ್ಕೆ ಆಗದೇ ಇರೋ ಸ್ಥಿತಿಗಳು ನನಗೆ ಆಗಿಬಿಡ್ತು. എന്നാൽ ഇതിൻ്റെ ചില സമയങ്ങളിൽ എനിക്ക് നിരാശയുടെ അങ്ങ് വക്കത്തെത്തിയിട്ട് ആത്മഹത്യ അല്ലാതെ മുമ്പിൽ ഇല്ല എന്നൊരവസ്ഥയിലേക്കൊക്കെ ഞാൻ കടന്നുപോയി. ಅಧಿಕವಾಗಿ ಸಂಕಟ, ಅಧಿಕವಾಗಿ ನನಗೆ ಸಾಯಬೇಕು ಅಂತ ಸ್ಥಿತಿಗೆ ನಾನು ಬಂದೆ. എന്നാൽ ഈ ഒരു ദിവസം ഞാൻ ചിന്തിച്ച് ഇനി എന്തായാലും ഈ കൂട്ടുകെട്ടിൽ നിന്ന് വരാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര സാമ്പത്തിക നഷ്ടം വന്ന് കടബാധ്യത, പിന്നെ ഒരിക്കലും അവിടുന്ന് വിട്ടുപോരാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാപ്പിൽ ഞാൻ പെട്ടുപോയി. ಈ ಸ್ನೇಹಿತರ ಗುಂಪಿಂದ ನನಗೆ ಹೊರಗೆ ಬರಕ್ಕಾಗಲ್ಲ, ಸಾಲು ಅಧಿಕವಾಗಿ ಮತ್ತೆ ಅದರೇ ಟ್ರ್ಯಾಪಲ್ಲಿ ಆಗಿ ಸಿಕ್ಕಾಕೋಬಿಟ್ಟೆ. ഒരു ദിവസം ഞാൻ ചിന്തിച്ച് ഇനി എന്തായാലും മുൻപോട്ട് പോയിട്ട് കാര്യമില്ല, ഇനി ആത്മഹത്യ മാത്രമേ ഇവിടുന്ന് രക്ഷയുള്ളൂ. കാരണം എൻ്റെ വീട്ടിലുള്ളവരെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ സമാധാനത്തോടു കൂടി ഇരിക്കട്ടെ എന്നൊരവസ്ഥയിലെത്തി. ಯಾವ ರೀತಿಯಲ್ಲಿ ರಕ್ಷಣೆ ಇಲ್ಲ, ನಮ್ಮ ಮನೆಯವರಾದ್ರೂ ಸಮಾಧಾನವಾಗಿರಲಿ, ನಾನು ಸಾಯಬೇಕು ಅಂತ ತೀರ್ಮಾನ ತಗೊಂಡೆ. ആ സമയത്ത് എന്നെ അവിടെ അടുത്തൊരു സഹോദരൻ മിക്ക ദിവസങ്ങളിലും എല്ലാ ഞായറാഴ്ചകളിലും എന്നെ മീറ്റിങ്ങിന് വിളിക്കുമായിരുന്നു. ಅಲ್ಲಿ ಒಂದು ಪಕ್ಕದಲ್ಲಿರೋ ಒಂದು ಸಹೋದರ ಎಲ್ಲ ಭಾನುವಾರ ನನಗೆ ಮೀಟಿಂಗ್ಗೋಸ್ಕರ ಕರೀತಿದ್ರು. എന്തായാലും ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച്, അപ്പോൾ ഇനി ഈ ഒരു സഹോദരൻ്റെ ആഗ്രഹവും കൂടി ഒന്ന് സാധിപ്പിച്ച് കൊടുത്തേട്ട് ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊരു ശനിയാഴ്ച അദ്ദേഹത്തെ വിളിച്ച്, ಏನಾದರೂ ಸಾಯಕ್ಕೆ ಹೋಗ್ತಿದ್ದೀನಿ, ಈ ಒಂದು ಸ್ನೇಹಿತನ ಆಸೆ ಆದರೂ ಪೂರ್ತಿಗೊಳಿಸೋಣ ಅಂತೇಳಿ ಶನಿವಾರ ಸಂಜೆ ಅವನು ಕರೆದೆ. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദരൻ ഞാൻ നാളെ ഒന്ന് മീറ്റിങ്ങിന് വന്നാലോ എന്ന് ആലോചിക്കുകയാണ്, ഒരാഴ്ച വരത്തുള്ളൂ, പിന്നെ എന്നെ നിർബന്ധിക്കരുത് എന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു. ನನ್ನ ಸಹೋದರನ ಕರೆದು 1 ವಾರ ಮಾತ್ರ ಬರ್ತೀನಿ, ಮತ್ತೆ ನಾನು ಒತ್ತಾಯ ಮಾಡಬೇಡಿ ಅಂತ ಅವ್ರಿಗೆ ಹೇಳಿದೆ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഇനി എന്തിനാ മീറ്റിങ്ങിന് പോകണേ, ഇനി പോകാൻ പറ്റിയല്ല വിചാരിച്ചു. പക്ഷേ ഞാൻ ഓർത്ത് എന്തായാലും തിങ്കളാഴ്ച ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിരിക്കും, അപ്പോൾ ഇന്നൊരു മീറ്റിങ്ങും കൂടി കൂടിയേച്ച് ആത്മഹത്യ ചെയ്യാം, പുള്ളിയുടെയും ഒരാഗ്രഹമല്ലേ, അതങ്ങ് തീർത്തു കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ಬೆಳಗ್ಗೆ ಎದ್ದೆ, ಇವತ್ತು ಹೋಗೋದು ಬೇಡ, ಸೋಮವಾರ ನಾವು ಸಾಯೋಣ, ಅವರ ಒಂದು ಆಸೆ ಎಲ್ಲ ಪೂರ್ತಿಗೊಳಿಸೋಣ ಅಂತ ಅನ್ಕೊಂಡು ಹೋದೆ. എന്നാൽ ഞാൻ അവിടെ ചെന്ന് രാവിലത്തെ മീറ്റിംഗ് കൂടി. ನಾನಲ್ಲಿ ಹೋದೆ, ಬೆಳಗಿನ ಕೂಟವನ್ನು ನಾನು ಹೋದೆ. അപ്പോൾ ആ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇന്ന് ഉച്ചയ്ക്കും കൂടി നിൽക്കും, ഇന്ന് റിജി നാരായണൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വന്നിട്ടുണ്ട്, പുള്ളിയും കൂടി കണ്ടേച്ച് നീ പൊക്കോ. ಇವತ್ತು ಮಧ್ಯಾಹ್ನ ತನಕ ನಿಂತ್ಕೊ, ರೆಜಿನಾರನ್ ಪಾಸ್ಟರ್ ಬರ್ತಾರೆ, ಅವರನ್ನು ಕೂಡ ನೋಡಿ ನೀನು ಹೋಗು ಅಂತ ಹೇಳಿದ್ರು. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് പ്രോഗ്രാം ഉണ്ട്, എന്തായാലും നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ನಾನಂದೆ ಮಧ್ಯಾಹ್ನ ನಂತರ ಸ್ವಲ್ಪ ಪ್ರೋಗ್ರಾಮ್ ಇದೆ, ಏನಾದರೂ ನಿಲ್ಲಕ್ಕೆ ಆಗಲ್ಲ ಅಂತ. പുള്ളി എന്നെ അവിടെ ഇന്ന് എന്തായാലും നീ പോകണ്ടെന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചു നിർത്തി. ആ പാസ്റ്ററിനെ കാണാണ്ട് നീ പോകണ്ട എന്ന് പറഞ്ഞ് എന്നെ അവിടെ വിളിച്ചു നിർത്തി, ചോറൊക്കെ തന്ന് എന്നെ ആ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങാതെ എന്നെ അവിടെ നിർത്തി. ಆ ಸಹೋದರ ನನ್ನನ್ನು ಹೊರಗೆ ಬಿಡದೆ ಆ ಮನೆ ಒಳಗಿನ ಹಾಕಿ ಊಟಕ್ಕೆಲ್ಲ ಕೊಟ್ಟು ಅಲ್ಲೇ ನಿಲ್ಲಿಸಿದ್ರು. എന്നാൽ ഉച്ച കഴിഞ്ഞ് പാസ്റ്റർ വന്നു കഴിഞ്ഞപ്പം, റജിതാരായൺ പാസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വചനം പറഞ്ഞത് എന്നാന്ന് ഞാൻ ഓർക്കണില്ല, പക്ഷെ എൻ്റെ അടുത്തൊരു ദൂത് പറഞ്ഞ് അത് എൻ്റെ ജീവിതത്തിൽ അന്നത്തെ ആത്മഹത്യ മാറ്റി വെച്ചത്. ವಾಕ್ಯ ಏನು ಹೇಳಿದ್ರು ಅಂತ ಅವತ್ತು ಪಾಸ್ಟರ್ ನನಗೆ ನೆನಪಿಲ್ಲ, ಆದರೆ ಅವತ್ತಿನ ಒಂದು ದೂತ ನನ್ನ ಜೀವಿತವನ್ನು ಬದಲಾಯಿಸಿತು. അദ്ദേഹം പ്രസംഗിച്ച എന്നാന്ന് ഞാൻ ഓർക്കണില്ല, പക്ഷെ ലാസ്റ്റ് എന്നോടൊരു ദൂത് പറഞ്ഞു. ಅವರು ಪ್ರಸಂಗ ಮಾಡಿದ ಏನು ಅಂತ ನನಗೆ ನೆನಪಿಲ್ಲ, ಆದರೆ ಒಂದು ಮಾತು ನಾನು ನೆನೆಸಿಕೊಂಡೆ. ഹേ ഗിദെയോനെ പരാക്രമശാലി എന്ന ആ ഭാഗത്തെക്കുറിച്ച് എന്നോടൊരു ദൂത് പറഞ്ഞത്. ಗಿದೆಯೋನೆ ಮೈಟಿ ವಾರಿಯರ್ ಅಂತ ಶಬ್ದ ನನ್ನ ಬಗ್ಗೆ ಹೇಳಿದ್ರು. അന്ന് ഞാൻ ഏറ്റവും പുറകിൽ ചർച്ചിൻ്റെ ഇതിനേക്കാളും കുറച്ചും കൂടി നീളമുള്ളൊരു ചർച്ച, അപ്പം അതിൻ്റെ ഏറ്റവും പുറകിൽ ഒരു ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടായിരുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും എന്നെ കാണാത്ത രീതിയിലാണ് ഞാൻ നിന്നത്. ಸಭೆಯಲ್ಲಿ ತುಂಬ ಲಾಸ್ಟಲ್ಲಿ ನಿಂತಿದ್ದೆ, ಒಂದು ಬ್ಲ್ಯಾಕ್ ಕಲರ್ ಶರ್ಟ್ ಆಗಿ ತುಂಬ ಲಾಸ್ಟಲ್ಲಿ ನಿಂತಿದ್ದೆ. ലാസ്റ്റ് ദൂത് പറഞ്ഞ സമയത്ത് എന്നെ വിളിച്ച ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ട ആളിങ്ങ വന്നേന്ന് പറഞ്ഞു. ലാസ്റ്റ് ಕೊನೆಯದಾಗಿ ಪ್ರಕಟಣೆ ಹೇಳುವಾಗ ಬ್ಲ್ಯಾಕ್ ಕಲರ್ ಶರ್ಟ್ ಹಾಕಿದ ವ್ಯಕ್ತಿ ಬನ್ನಿರಿ ಅಂತ ಹೇಳಿದ್ರು. അപ്പൊ എന്റെ തൊട്ടടുത്തിരുന്ന ആളെ
ബ്ലാക്ക് കളർ ഷർട്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ തള്ളി വിട്ട്. ನನ್ನ ಪಕ್ಕದಲ್ಲಿ ಇದ್ದಿದ್ದ ವ್ಯಕ್ತಿ ಕೂಡ ಬ್ಲಾಕ್ ಶರ್ಟ್ ಆದ್ರು, ಅವ್ರನ್ನು ತಳ್ಳಿ ಕಳಿಸಿದೆ. അപ്പൊ എന്നോട് പറഞ്ഞ് ആ ആളല്ല, ആ താടി വെച്ച ആളിങ്ങ് വരാൻ പറഞ്ഞു. ಆ ವ್ಯಕ್ತಿ ಎಲ್ಲ ಗಡ್ಡೆ ಇಟ್ಕೊಂಡ್ರೆ ವ್ಯಕ್ತಿ ಬನ್ನಿರಿ ಅಂತ ಹೇಳಿದ್ರು. എന്നോട് ഈ ദൂത് പറഞ്ഞതിന് ശേഷം ನನ್ನೊಂದಿಗೆ ಪ್ರಕಟಣೆ ಹೇಳಿ ನಂತರ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടൊരു കാര്യം പറഞ്ഞു. ನನ್ನನ್ನು ತಪ್ಪಿಕೊಂಡು ಅಳ್ತಾ ಒಂದು ಮಾತು ಹೇಳಿದ್ರು. നിനക്ക് ദൈവവിളി ഉള്ളത് കൊണ്ട് നീ ഏത് വഴിക്ക് പോയി കഴിഞ്ഞാലും ദൈവം നിന്നെ പിടിക്കും. ನಿನಗೆ ದೇವರ ಕರೆ ಇರೋ ಕಾರಣವಾಗಿ ನೀವು ಯಾವ ದಾರಿಗೆ ಹೋದ್ರೂ ದೇವ್ರು ನಿನ್ನ ಹಿಡಿತಾರೆ ಅಂತ. അന്ന് ഞാൻ അതുവരെ കണ്ട ഒരു പാസ്റ്റർമാരിലും വ്യത്യസ്തമായിട്ട് എന്നോട് ദൂത് പറഞ്ഞ ഒരാളായിരുന്നു. ಅವತ್ತು ತನಕ ನೋಡಿದ ಪಾಸ್ಟರ್ದಲ್ಲಿ ವ್ಯತ್ಯಾಸವಾಗಿ ನನ್ನೊಂದಿಗೆ ಪ್ರಕಟಣೆ ಹೇಳಿದ ಒಂದು ದೇವದಾಸರಾಗಿದ್ರು. കാരണം എന്നോട് കരഞ്ഞോണ്ടാ ദൂത് പറഞ്ഞത്. പുള്ളി കരയണ സമയത്തും ഞാൻ ഇതൊന്നും നമ്മളെ ഏഷ്യയിലാന്നുള്ളൊരു കണക്കൂട്ടല്ല നമ്മളിരുന്നത്. ಅವರು ಅಳ್ತಾ ಈ ಪ್ರಕಟಣೆ ಹೇಳಿದ್ರು, ನಾನು ಹಂಗೆ ಅಳ್ದೇನೆ ನಿಂತ್ಕೊಂಡಿದ್ದೆ. അന്ന് എൻ്റെ ഇത് നമ്പർ മേടിച്ച് 2-3 ദിവസം എന്നെ വിളിച്ചു. ഒരു ക്യാമ്പുണ്ട്, വന്ന് കൂടാൻ പറഞ്ഞ് എന്നെ വിളിച്ച്. ನನ್ನಿಂದ ಫೋನ್ ನಂಬರ್ ತಗೊಂಡು ಕ್ಯಾಂಪ್ ಇದೆ, ಅದಕ್ಕೆ ಬಂದು ಬನ್ನಿರಿ ಅಂತ ಅವ್ರು ನನ್ನನ್ನು ಮತ್ತೆ ಕರೆದ್ರು. പിന്നെ വിളിച്ച് എനിക്ക് ശല്യം ആയതുകൊണ്ട് ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തു. ಮತ್ತೆ ಕರೆದು ನನಗೆ ಡಿಸ್ಟರ್ಬ್ ಆಗಿದೆ ಕಾರಣವಾಗಿ ನಂಬರೇ ಬ್ಲಾಕ್ ಮಾಡಿದೆ. പിന്നീട് ഞാൻ തിരിച്ചു വന്നൊന്നുമില്ല, ആത്മഹത്യ ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിലെത്തി. ಇವಾಗ ಸದ್ಯಕ್ಕೆ ಸಾಯೋದು ಬೇಡ ಅಂತ ತೀರ್ಮಾನಕ್ಕೆ ಬಂದೆ. എന്നാലും ഞാൻ തിരിച്ചു വരാനൊരു പ്ലാൻ എനിക്കില്ലായിരുന്നു. ಆದರೆ ಹಿಂತಿರುಗಿ ಬರಕ್ಕೆ ಯಾವ ಪದ್ಧತಿ ನನಗೆ ಇರಲಿಲ್ಲ. ഞാൻ ഉള്ള നഷ്ടം നികത്താൻ വേണ്ടി വേറെ കാര്യങ്ങൾ ചെയ്തു. ಇರುವ ನಷ್ಟವು ಪರಿಹಾರ ಮಾಡಕ್ಕಾಗಿ ಅನೇಕ ಕಾರ್ಯಗಳು ಮಾಡಿದೆ. അത് അടുത്തടുത്ത ട്രാപ്പിലേക്ക് പോയി. ಅದು ಇನ್ನೊಂದು ಟ್ರ್ಯಾಪ್ಗಳಿಗೆ ಹೋಯ್ತು. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ബലം എൻ്റെ കൂട്ടുകാരന്മാരായിരുന്നു. ನನ್ನ ತುಂಬಾ ದೊಡ್ಡ ಬಲ ನನ್ನ ಸ್ನೇಹಿತರಾಗಿದ್ರು. അവസാനം ഓരോ കൂട്ടുകാരന്മാരും എന്നിൽ നിന്ന് പിരിഞ്ഞു പൊക്കോണ്ടിരുന്നു. ಕೊನೆಯದಾಗಿ ಒಂದೊಂದು ಸ್ನೇಹಿತನನ್ನು ಬಿಟ್ಟು ಹೋಗ್ತಾ ಶುರು ಮಾಡಿದ್ರು. അവസാനം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ള കൂട്ടുകാരന്മാരൊക്കെ എനിക്കെതിരായി. ನನ್ನ ಸ್ನೇಹಿತರೆಲ್ಲ ನನಗೆ ವಿರೋಧವಾಗಿ ಎದ್ದೊಳಿ ಬಂದ್ರು. ഉള്ളതിനേക്കാൾ അപ്പുറം കടായി. ಇರೋದಕ್ಕಿಂತ ಅಧಿಕವಾಗಿ ಸಾಲ ಅಧಿಕವಾಯ್ತು. വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി. ಮನೆಗೆ ಹತ್ತಕ್ಕೆ ಆಗದೇ ಇರೋ ಸ್ಥಿತಿ ಆಯ್ತು. പോലീസ് കേസ് കാരണം ഒരു രക്ഷയില്ല. 3-4 പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് കേസായി. 3-4 ಪೊಲೀಸ್ ಕೇಸುಗಳಾಯ್ತು. എൻ്റെ കേസും കൂട്ടുകാരന്മാരുടെ കേസും ഒക്കെ എൻ്റെ പേര് ചാർജ് ചെയ്തു തുടങ്ങി. ನನ್ನ ಕೇಸು, ಸ್ನೇಹಿತರ ಕೇಸು ಎಲ್ಲ ನನ್ನ ಮೇಲೆ ಚಾರ್ಜ್ ಮಾಡಿದ್ರು. വേറെ കൂട്ടുകാരന്മാർ ചെയ്തത് വരെ എൻ്റെ പേരിൽ ചാർജായി. ಬೇರೆ ಸ್ನೇಹಿತರು ಮಾಡಿದ ಎಲ್ಲವೂ ನನ್ನ ಮೇಲೆ ತೆಗೆದು ಹಾಕಿದ್ರು. കാരണം അവരൊക്കെ പുറത്തു നിന്ന് വേറെ രീതിയിൽ അവിടെ ഇൻഫർമേഷൻ കൊടുക്കണ്ടായിരുന്നു. ಕಾರಣ ಅವರೆಲ್ಲ ಹೊರಗೆ ನಿಂತು ಬೇರೆ ರೀತಿಯಲ್ಲಿ ಇನ್ಫಾರ್ಮೇಶನ್ ಕೊಡೋ ವ್ಯಕ್ತಿಗಳು. ഞാൻ ഇവരെ വിശ്വസിച്ച് ഞാൻ ഒളിവിൽ താമസിക്കുമായിരുന്നു. ನಾನು ಇವರನ್ನು ನಂಬ್ಕೊಂಡು ಬಚ್ಚಿಟ್ಕೊಂಡು ಬದುಕ್ತಿದ್ದೆ. എന്നാൽ അവസാന സമയത്ത് എനിക്ക് സറണ്ടർ ആവാതെ ഒരു രക്ഷയില്ല എന്നൊരവസ്ഥയായി. ಅದೇ ಕೊನೆ ಸಮಯದಲ್ಲಿ ಸರೆಂಡರ್ ಆಗಬೇಕು ಅಂತ ಒಂದು ಸ್ಥಿತಿ ಬಂತು. വീട്ടിൽ പോലീസ് വരുന്ന അവസ്ഥയായി. ಮನೆಯಲ್ಲಿ ಪೊಲೀಸ್ ಬರೋ ಸ್ಥಿತಿ. രാത്രിയിൽ വരെ വീട്ടിൽ പോലീസ് വരുമായിരുന്നു. ರಾತ್ರಿಯಲ್ಲಿ ಕೂಡ ಮನೆಗೆ ಪೊಲೀಸ್ ಬರ್ತಿದ್ರು. ഈ സമയത്ത് നമ്മളെ വെറുക്കാത്ത ആൾക്കാരില്ലായിരുന്നു. ಈ ಸಮಯದಲ್ಲಿ ಎಲ್ಲರೂ ನನ್ನ ದ್ವೇಷ ಮಾಡ್ತಿದ್ರು. വീട്ടുകാർ പോലും നമ്മുടെ ശല്യം കൊണ്ട് നമ്മളെ വെറുത്ത്. ಮನೆಯವರು ಕೂಡ ನನ್ನಿಂದ ಎಲ್ಲರೂ ದ್ವೇಷ ಮಾಡಿದ್ರು. എനിക്ക് പോലും തോന്നി തുടങ്ങി ഇനി എന്തായാലും ഇതിനകത്ത് തിരിച്ചു വരവില്ല. ನನಗೆ ಕೂಡ ಅನಿಸ್ತು ಹಿಂತಿರುಗಿ ಮತ್ತೆ ಇದರ ವಿಷಯದಲ್ಲಿ ಬರಕಿಲ್ಲ. കാരണം എല്ലാം എനിക്ക് ചെയ്യാനുള്ളത് മൊത്തം ചെയ്ത് എന്നെ വിശ്വസിച്ചിരുന്നവർ തന്നെ എന്നെ ചതിച്ച് ഞാൻ വലിയ സാമ്പത്തിക ബാധ്യത എൻ്റെ തലയ്ക്ക് വന്ന് ഇനി എൻ്റെ മുൻപിൽ അങ്ങോട്ട് ഒരു ഫ്രണ്ടോട്ടൊരു സ്റ്റെപ്പ് വെക്കാനൊരു അവസ്ഥ ഇല്ലാത്തൊരവസ്ഥയിലെത്തി. ನಾನು ನಂಬಿದ ಎಲ್ಲ ವ್ಯಕ್ತಿಗಳು ಮೋಸ ಮಾಡಿದ್ರು. ಆದರೆ ನನ್ನ ಹಣದ ಕೊರತೆಯಿಂದ ಮುಂದೆ ಒಂದು ಸ್ಟೆಪ್ ಕೂಡ ಇಡಕ್ಕೆ ಆಗದೇ ಇರೋ ಒಂದು ಸ್ಥಿತಿ ಆಯಿತು. എന്നിൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന കുറേ പാസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വിശ്വാസത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന. ನನ್ನಲ್ಲಿ ನಿರೀಕ್ಷೆ ಇದ್ದ ಅನೇಕ ಪಾಸ್ಟರ್ಗಳಿದ್ರು. അവരുടെ ഒരു അവസാന പ്രതീക്ഷ എൻ്റെ മേൽ നഷ്ടപ്പെട്ടു. ಅವರ ಕೂಡ ಕೊನೆಯ ನಿರೀಕ್ಷೆ ಅದು ಕೂಡ ನಷ್ಟವಾಯಿತು. പിന്നെ ഞാൻ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ಮತ್ತೆ ಈ ಕೇಸಲ್ಲಿ ಅರೆಸ್ಟ್ಗೊಂಡು 40 ദിവസം ജയിലിലായിരുന്നു, എറണാകുളം സബ് ജയിലിൽ. 40 ದಿನ ജയിലിലാಗಿದ್ದೆ. എന്നാൽ ജയിലിൽ വെച്ച് എനിക്കൊരു തോന്നി ഇനി എന്തായാലും ഞാൻ ഈ വഴിക്കൊന്നും പോയിട്ട് ഞാൻ രക്ഷപ്പെടണില്ല, ഇനി മരിച്ചാലും വേണ്ടില്ല, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം. ಜೈಲಲ್ಲಿ ಒಂದು ತೀರ್ಮಾನ ತಗೊಂಡೆ, ಈ ದಾರಿಯಲ್ಲಿ ಹೋದ್ರೆ ನಾನು ರಕ್ಷೆಗೊಳ್ಳಲ್ಲ, ಸತ್ರು ದೇವ್ರಿಗಾಗಿ ಬದುಕಬೇಕು ಅಂತ. ഒരാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് പോലും എന്നെ കാണാൻ വേണ്ടി വന്നില്ല. ಒಂದು ವಾರ ಆಯ್ತು, ಮನೆಯಿಂದ ಯಾರು ನೋಡಕ್ಕೆ ಬರಲಿಲ್ಲ. പക്ഷെ ഒരാഴ്ചക്ക് ശേഷം എൻ്റെ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, ಒಂದು ವಾರ ನಂತರ ನನ್ನ ತಾಯಿ ನನಗೆ ಬಂದು ಹೇಳಿದ್ದು, നീ ദൈവസന്നിധി നിന്നിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് ഇങ്ങനെ വന്നു, ഇനിയെങ്കിലും ഇറങ്ങിയിട്ട് മര്യാദയ്ക്ക് ജീവിക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചു. ഞാൻ അന്നാണ് ആദ്യമായിട്ട് അമ്മയുടെ മുമ്പിൽ നിന്ന് കരയണത്. ದೇವರ ಸನ್ನಿಧಿಗೆ ಬಿಟ್ಟು ನೀನು ಹಿಂದೆ ಹೋಗಿದ್ದಕ್ಕೆ ಕಾರಣವಾಗಿ ಇದೇ ಥರ ಆಗ್ತಿದೆ. ಮೊದಲನೇ ಸತ್ಯಾಗಿ ನನ್ನ ತಾಯಿ ಮುಂದೆ ಅವತ್ತು ನಿಂತ್ಕೊಂಡು ಅತ್ತೆ. 40 ദിവസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി. 40 ದಿನ ನಂತರ ಜಾಮ್ಯಕ್ಕೆ ನಾನು ಇಳಿದೆ. ജാമ്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം രാത്രിയാണ് ജാമ്യത്തിൽ ഇറങ്ങി വന്നത്. ಒಂದಿನ ರಾತ್ರಿಗೆ ಜಾಮೀನದಲ್ಲಿ ಇಳಿದು ಬಂದೆ. വന്നിട്ട് ഞാൻ
എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ಬಂದು ಇನ್ನೊಂದು ಸ್ಟೆಪ್ ಏನ್ ಮಾಡಬೇಕು ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. കാരണം എനിക്ക് എടുത്തു വെക്കാൻ പറ്റാത്ത അപ്പുറം കടബാധ്യത എൻ്റെ തലക്കിലായി. ಕಾರಣ ನನಗೆ ಸಾಲವು ಅಧಿಕವಾಗಿತ್ತು. എൻ്റെ കൂടെ നിന്ന കൂട്ടുകാരന്മാരൊക്കെ അവർ പല വഴിക്ക് പോയി. ನನ್ನ ಸ್ನೇಹಿತರು ಎಲ್ಲ ಅವರು ಅನೇಕ ದಾರಿಗಾಗಿ ಹೋದ್ರು. അവരെന്നെ മുമ്പിൽ നിർത്തി മേടിച്ച കടങ്ങൾ വരെ എൻ്റെ തലക്കായി. ಅವ್ರು ನನ್ನ ಮುಂದೆ ನಿಲ್ಲಿಸಿ ಇಸ್ಕೊಂಡ ಸಾಲವೆಲ್ಲ ನನ್ನ ತಲೆಗೆ ಆಯ್ತು. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ അംഗീകരിക്കുന്നതും ഞാൻ ചെന്ന് പറഞ്ഞ ഒരു കാര്യം അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ ആ സ്ഥലത്തില്ലാണ്ടായി. ಎರಡನೇ ವಿಷಯವಾಗಿ ನಾನು ಹೇಳೋ ವಿಷಯ ಅಂಗೀಕರಿಸಕ್ಕೆ ಒಂದು ವ್ಯಕ್ತಿ ಕೂಡ ಆ ಜಾಗದಲ್ಲಿ ಇಲ್ಲದೆ ಆಯ್ತು. കുറേ ദിവസങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് മുറി ഇരുന്ന് കരയുന്ന അവസ്ഥയായി. ಅನೇಕ ದಿನಗಳು ಒಂಟಿಯಾಗಿ ಮನೆಯಲ್ಲಿ ಕೂತು ಅಳುವ ಸ್ಥಿತಿ ಆಯ್ತು. മുമ്പോട്ടൊരു ക്ലാരിറ്റി കിട്ടാതെ ഒരു ശൂന്യത മാത്രം കണ്ട് നിന്ന ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ಮುಂದೆ ಒಂದು ಕ್ಲಾರಿಟಿ ಇಲ್ಲದೆ ಬರೀ ಶೂನ್ಯತೆ ಮಾತ್ರ ಸ್ಥಿತಿ ಆಗಿ ಮುಂದೆ ಹೋದೆ. ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, കരയും. ഇങ്ങനെ എൻ്റെ ജീവിതം മുൻപോട്ട് പോയി. ನಾನು ಈ ತರ ಕೂತು ಬೈಬಲ್ ಓದ್ತೀನಿ, ಪ್ರಾರ್ಥಿಸ್ತೀನಿ, ಇದೇ ತರ ನನ್ನ ಜೀವಿತ ಮುಂದೆ ಹೋಯ್ತು. ആ സമയത്താണ് രജപാസിൻ്റെ ഒരു പാട്ട് ഞാൻ കേൾക്കുന്നത്. ഒരു കണ്ണിനും ദയയില്ലാതെ ചേറ്റിൽ കിടന്ന എന്നെ കൈകൾ പിടിച്ചുയർത്തി കൂടെ നിന്ന് നിർത്തിയ എന്ന പാട്ട് ഞാൻ കേൾക്കുന്നത്. ಆ ಸಮಯದಲ್ಲಿ ಪಾಸ್ನ ಹಾಡು ನಾನು ಕೇಳಿದೆ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർത്തു, അന്നൊരു പാസ്റ്റർ എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്പർ ഒന്ന് തപ്പി വിളിച്ചു നോക്കാന്ന് ഓർത്ത് ഞാൻ വിളിച്ചു നോക്കി. ಅವತ್ತು ಪಾಸ್ಟರ್ ನನ್ನ ಬಗ್ಗೆ ಒಂದು ಪ್ರಕಟಣೆ ಹೇಳಿದ್ದಾರೆ. ನಂಬರನ್ನು ಹುಡುಕಿ ನಾನು ಅವರನ್ನು ಕರೆದು ನೋಡಿದೆ. പാസ്റ്ററിനെ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, പക്ഷെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഇന്ന സഭയെ വെച്ച് കണ്ട് എന്നോട് ഇങ്ങനെ ദൂത് പറഞ്ഞ ആളാണ്. ಪಾಸ್ಟರ್ಗೆ ನನ್ನ ಬಗ್ಗೆ ಅರ್ಥ ಆಗಲಿಲ್ಲ. ಈ ತರ ಒಂದು ಸಭೆ ನನಗೆ ಪ್ರಕಟಣೆ ಹೇಳಿದ ವ್ಯಕ್ತಿ ಅಂತ ಹೇಳಿದೆ. എന്നിട്ട് ഞാൻ പറഞ്ഞു, സഹോദരൻ, ഞാൻ ഒരു വിഷയത്തിൽ പെട്ടുപോയി, ജയിലിലായിരുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ഒരു ഗൈഡ് തരാൻ ആരുമില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ನಾನು ಸೆರೆಮನೆಯಲ್ಲಿ ಹಾದೆ, ನನ್ನನ್ನು ಒಂದು ಸಹಾಯ ಮಾಡಿರಿ ಅಂತ ನಾನು ಕೇಳಿಕೊಂಡೆ. അന്ന് ഞാൻ മൊത്തം ശൂന്യത നിൽക്കുന്ന അവസ്ഥ, ಅವತ್ತು ನಾನು ಪೂರ್ತಿಯಾಗಿ ಶೂನ್ಯತೆ ಇರೋ ಒಂದು ಸ್ಥಿತಿ, മാനസികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥ, ನಾನು ಮಾನಸಿಕವಾಗಿ ಹೊಡೆದೋಗಿರೋ ಸ್ಥಿತಿ, ഞാൻ ഒരാളോട് എന്നൊരു കാര്യം പറഞ്ഞ് അംഗീകരിക്കില്ലാത്ത അവസ്ഥ, ನಾನು ಒಂದು ವ್ಯಕ್ತಿಯೊಂದಿಗೆ ಒಂದು ವಿಷಯ ಹೇಳಿದ ಅಂಗೀಕರಿಸದೇ ಇರೋ ಒಂದು ಸ್ಥಿತಿ, ഒരു മനുഷ്യൻ എന്നോട് മിണ്ടോ പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ಒಂದು ವ್ಯಕ್ತಿ ನನ್ನ ಜೊತೆಗೆ ಮಾತಾಡದೇ ಇರೋ ಸ್ಥಿತಿ ಆಯ್ತು. ആ അവസ്ഥയിൽ എന്നോട് പ്രിയ ദേവദാസൻ പറഞ്ഞൊരു ദൂതുണ്ട്. ಆ ಸ್ಥಿತಿಯಲ್ಲಿ ದೇವದಾಸ ಹೇಳಿದ ಪ್ರಕಟಣೆ ಇದೆ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നീ ചോദിക്ക്, ದೇವರ ಪವಿತ್ರಾತ್ಮನು ನಿನ್ನ ಕೇಳುಕೋ. ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ ಆ ಪವಿತ್ರಾತ್ಮ ನಿನ್ನ ಮೇಲೆ ಬಂದರೆ നിന്നെ ഒരു ശുശ്രൂഷകനാക്കാൻ പറ്റും. ನಿನ್ನನ್ನು ಸೇವಕರಾಗಿ ಮಾಡಕ್ಕೆ നിന്റെ ಸಾಧ್ಯ. ഈ ലജ്ജയുടെ അവസ്ഥ മാറ്റി നിന്നെ സന്തോഷം തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ನಿನ್ನ ನಾಚಿಕೆಯ ಸ್ಥಿತಿಯನ್ನು ಬದಲಾಯಿಸಿ ಸಂತೋಷ ಕೊಡುವ ಒಂದು ಪವಿತ್ರಾತ್ಮ ಇದ್ದಾರೆ. നിനക്ക് നഷ്ടപ്പെട്ട കാലങ്ങളെ തിരിച്ചു തന്ന് അതിനപ്പുറമായി നിർത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ನಿನಗೆ ನಷ್ಟವಾದ ಕಾಲಗಳು ಹಿಂದಿಗೆ ಕೊಡಕ್ಕೆ ಪವಿತ್ರಾತ್ಮನ ಜೊತೆಗಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರು. ഞാൻ തിരിച്ചൊരു വോയിസ് മെസ്സേജ് ഇട്ട്, ഞാൻ മരിക്കാണ്ടിരിക്കാൻ വേണ്ടി പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ನಾನು ಹಿಂದಿಗೆ ಒಂದು ವಾಯ್ಸ್ ಮೆಸೇಜ್ ಕಳಿಸಿ ಸಾಯಕ್ಕೆ ಇರದಾಗಿ ಒಂದು ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸಿ ಅಂತ. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ചാവൊന്നുമില്ല, നീ ഇരുന്ന് പ്രാപിക്കും, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ಅವಾಗ ನನಗೆ ಹಿಂದಿಗೆ ಹೇಳಿದ್ರು, ನೀ ಸಾಯಿಲ್ಲ, ನೀನು ಪವಿತ್ರಾತ್ಮನ ಹೊಂದಿಕೋ. അന്ന് പ്രിയ സഹോദരൻ അമേരിക്കയിലാണ്. ಅವತ್ತು ದೇವದಾಸರು ಅಮೇರಿಕಲ್ಲಾಗಿದ್ರು. പിന്നെ പിന്നെ എൻ്റെ വീട്ടിൽ കാശ് മേടിച്ചവർ വരാൻ തുടങ്ങി. എല്ലാ കടങ്ങളും, എൻ്റെ കൂട്ടുകാരന്മാരുടെ കടങ്ങളും മൊത്തം എൻ്റെ പേരിലായി. ഞാൻ മേടിച്ച പൈസയല്ല, കൂട്ടുകാരന്മാർ മേടിച്ച പൈസയൊക്കെ എൻ്റെ തലക്കായി. കാശ് കൊടുക്കാനുള്ളവർ വരാൻ തുടങ്ങി. എന്നും ഒപ്പിടാൻ പോകേണ്ട അവസ്ഥയായി. പുറത്തിറങ്ങി ആരോടും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി. ചുറ്റും ശത്രുക്കളായി. ನನ್ನ ಸ್ನೇಹಿತರ ಹಣವೆಲ್ಲ ಅವರು ಇಸ್ಕೊಂಡು ಅವರ ಹಣ ಕೂಡ ನಾನು ಕೊಡಬೇಕಾಯ್ತು. ಎಲ್ಲ ಸಾಲಗಾರರು ಎಲ್ಲ ನನ್ನ ಮನೆಗೆ ಬಂದರು. ഓരോ ദിവസവും അവസ്ഥകൾ പരിതാപകരമായി വന്നതല്ലാതെ ഒരു കുറവ് അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റിയില്ല. ಒಂದೊಂದು ದಿನಗಳ ಸ್ಥಿತಿಗಳು ಹೆಚ್ಚಾಗಿ ಹೋಯ್ತು, ಅದಕ್ಕೆ ಯಾವ ಕೊರತೆಯೂ ನಾನು ನೋಡಲಿಲ್ಲ. അപ്പൊ പ്രിയ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു സഭയിൽ പോകും, നമ്മൾ വരുമ്പോൾ കാണാൻ നീ ഒരു സഭയിൽ പോകാൻ പറഞ്ഞു. ಅವಾಗ ದೇವದಾಸರು ಹೇಳಿದ್ರು, ನೀನೊಂದು ಸಭೆಗೆ ಹೋಗು, ನಾವು ಅಲ್ಲಿ ಬರುವಾಗ ನೋಡ್ತೀನಿ ಅಂತ. എനിക്കറിയാവുന്ന പാസ്റ്റർമാരെയൊക്കെ ഞാൻ വിളിച്ചു. ನನಗೆ ಗೊತ್ತಿರೋ ಪಾಸ್ಟರ್ನೆಲ್ಲ ನಾನು ಕರೆದೆ. നമ്മൾ നല്ല രീതിയിൽ സ്നേഹിച്ച പാസ്റ്റർമാർ വരെ പറഞ്ഞു, ನಮ್ಮನ್ನು ಪ್ರೀತಿ ಮಾಡಿದ ಪಾಸ್ಟರ್ ಕೂಡ ಹೇಳಿದ್ರು, നീ ഈ സഭയിലേക്ക് വരണ്ട, ನೀನು ಈ ಸಭೆಗೆ ಬರದೇ ಬೇಡ, ആദ്യമേ നീ നിന്റെ കടം വീട്ട്, ಮೊದಲಿನ ಸಾಲವು ತೀರಿಸು, എന്നിട്ട് നീ ഒരു പെണ്ണൊക്കെ കെട്ടി വന്ന ചീത്തപ്പേര് മാറ്റ്, ಅನಂತರ ಮದುವೆಗೊಂಡು ಬಂದಿದ್ದ ಕೆಟ್ಟ ಹೆಸರ ನೀಗಿಸಿಕೋ, അതിനുശേഷം നീ സുവിശേഷം പറയാൻ നടക്കും, ಅನಂತರ ಸುವಾರ್ತೆ ಸಾರಕ್ಕೆ ನಡಿ. ഇത് പല സ്ഥലത്തുനിന്ന്, ഒരു സ്ഥലത്തുനിന്നല്ല, പല സ്ഥലത്തുനിന്നും ഞാൻ ഈ ഒരു മറുപടി കേട്ടു. ಇದು ಒಂದು ಜಾಗದಲ್ಲಿ ಅನೇಕ ಜಾಗದಲ್ಲಿ ಈ ಉತ್ತರವನ್ನು ಕೇಳಿದೆ. ഞാൻ ഈ പറഞ്ഞവരുടെ അടുത്തൊരു മറുപടി പറഞ്ഞു, ಇವರತ್ತೆ ಒಂದು ಉತ್ತರವನ್ನು ಕೊಟ್ಟೆ. ഞാൻ നല്ല പേരുണ്ടാക്കി കടയൊക്കെ വീട്ടിൽ വന്നോടം വരെ യേശു വരൂലെന്നും ഞാൻ മരിക്കൂലെന്നും നിങ്ങൾക്കൊരു ഉറപ്പ് തരാമെങ്കിൽ
ഞാൻ ആ രീതിയിൽ പോകാമെന്ന് പറഞ്ഞു. ಯೇಸು ಕರ್ತನು ಹಿಂತಿರುಗಿ ಬರ್ದೇ ಇದ್ರೆ ನಾನು ಸಾಲವೆಲ್ಲ ತೀರಿಸಿ ನಾನು ಒಳ್ಳೆ ಹೆಸರು ಸಂಪಾದನೆ ಮಾಡ್ತೀನಿ ಅಂತ ಅವರಿಗೆ ಹೇಳಿದೆ. അതിനുശേഷം എന്നെ അവിടെ കൈക്കൊണ്ടൊരു പാസ്റ്ററാണ് ജോമോൻ എന്ന് പറഞ്ഞ പാസ്റ്റർ, മൂവാറ്റുപുഴയുള്ള. ಅವತ್ತು ಜೋಮೋನ್ ಪಾಸ್ಟರ್ ಅವರು ನನ್ನನ್ನು സ്വീകരിಸಿದ್ರು. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഞാൻ 40 ദിവസം ജയിലിൽ കിടന്നാണ്, എൻ്റെ വിഷയങ്ങൾ ഇങ്ങനെയാണ്. ಅವರೊಂದಿಗೆ ಹೇಳಿದೆ, ನಾನು 40 ದಿನ ಜೈಲಲ್ಲಿದ್ದೆ, ನನ್ನ ವಿಷಯಗಳು ಈ ತರ ಅಂತ ಹೇಳಿದೆ. അപ്പോൾ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാനും 40 ദിവസം ജയിലിൽ കിടന്നതാണ്, ജയിലിൽ കിടന്നവർക്കൊക്കെ വരാൻ പറ്റിയ സഭ അധികം പോരാൻ പറഞ്ഞു. ಅವರು ಕೂಡ ಹೇಳಿದ್ರು, 40 ದಿವಸ ನಾನು ಜೈಲಲ್ಲಿದ್ದೆ, ಜೈಲಲ್ಲಿವರಿಗೆ ಬರಕ್ಕಾಗುವ ಸಭೆ ಇದಾಗಿದೆ, ಧೈರ್ಯವಾಗಿ ಬಾ ಅಂತ. അദ്ദേഹം എന്നെ മാനസികമായിട്ട് കുറെ പ്രിപ്പയർ ചെയ്ത് എന്നെ ഓരോ രീതിയിൽ നിർത്തി നമ്മളൊന്ന് പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലായി. മാനസികವಾಗಿ ಅನೇಕವಾಗಿ ನನ್ನ ಹಿಡಿದು ನಿಲ್ಲಕ್ಕೆ ಅವರು ನನ್ನ ಎಬ್ಬರಿಸಿದ್ರು. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരു പ്രാവശ്യം പോലും കാണാത്ത ഒരാളാ ജോമോൻ പാസ്റ്റർ. ನಾನು ಯಾವತ್ತೂ ನೋಡದೇ ಇರೋ ಒಂದು ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ ಜೋಮೋನ್ ಪಾಸ್ಟರ್. പക്ഷെ അദ്ദേഹത്തെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. ಆದರೆ ಅವರನ್ನು ದೇವರು ನನಗೋಸ್ಕರ ಸಿದ್ಧ ಮಾಡಿದ್ರು. കാരണം ആ ഒരു ഞാൻ പോയ സെയിം സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരാള്, ನಾನು ಹೋದ ಅದೇ ಸ್ಥಿತಿಯಲ್ಲಿ ಹೋದ ಆ ವ್ಯಕ್ತಿ. അതുകൊണ്ട് വേറെ ഏതൊരു പാസ്റ്ററിനെ താങ്ങണേക്കാളും നല്ല രീതിയിൽ പുള്ളിക്ക് എന്നെ താങ്ങാൻ പറ്റുമായിരുന്നു. ಬೇರೆ ಯಾವ ಪಾಸ್ಟರ್ ನೋಡೋಕ್ಕಿಂತಲೂ ಅಧಿಕವಾಗಿ ನನ್ನನ್ನು ನೋಡಿಕೊಳ್ಳಿದ್ರು. അതിനുശേഷം അപ്പോഴും ഞാൻ റജി പാസ്റ്ററിന്റെ ഉപദേശങ്ങൾ കേട്ടോണ്ടിരുന്നത്. ಅವಾಗಲೂ ಕೂಡ ರಜಿ ಪಾಸ್ಟರ್ ಉಪದೇಶಗಳು ನಾನು ಕೇಳ್ತಿದ್ದೆ. എന്നാൽ ഈ ജോമോൻ പാസ്റ്ററിന്റെ അടുത്ത് ചെല്ലുമ്പോഴും എന്റെ പ്രശ്നങ്ങൾക്കൊരു തീരുമാനമാവണില്ലായിരുന്നു. ಜೋಮೋನ್ ಪಾಸ್ಟರ್ ಹತ್ರ ಹೋಗುವಾಗ ನನ್ನ ತೊಂದರೆಗೆ ಒಂದು ತೀರ್ಮಾನ ಬರ್ತಿರ್ಲಿಲ್ಲ. അദ്ദേഹം എനിക്ക് വേണ്ടി കുറെ സമയം സ്പെൻഡ് ചെയ്ത് എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ കൂടെ കൊണ്ടുപോയി നടന്ന് എന്നെ സ്നേഹത്തിൽ വാത്സല്യത്തോടു കൂടി എന്നെ മുൻപോട്ട് കൊണ്ടുപോകുമായിരുന്നു. ಅನೇಕ ಜಾಗದಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗಿ ನನ್ನ ಪ್ರೀತಿಯಿಂದ ಮುಂದೆ ನಡೆಸ್ತಾ ಇದ್ರು ಅವರು. എന്റെ കടബാധ്യത ഒന്നും മാറുന്നില്ലായിരുന്നു. ನನ್ನ ಸಾಲದ ತೊಂದರೆ ನೀಗ್ತಿರ್ಲಿಲ್ಲ. കടക്കാർ വീട്ടിൽ വന്ന അവസ്ഥയായിരുന്നു. ಸಾಲದ ಇಸ್ಕೊಂಡಿದ್ದವರು ಅವ್ರ ಮನೆಗೆ ಬರ್ತಿದ್ರು. അപ്പോൾ ഞാൻ റജി പാസ്റ്ററിനോട് ചോദിക്കും, പാസ്റ്റർ ഇതെന്നെ ഇത് തീരാത്തത്, കടബാധ്യത തീരണ്ടേ, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചില്ലേ, എനിക്കിതിനൊരു തീരുമാനം വേണ്ടേ? ಅವಾಗ ರಜಿ ಪಾಸ್ಟರ್ ಕೇಳ್ತೀನಿ, ದೇವದಾಸ ನನಗಿದೊಂದು ತೀರ್ಮಾನ ಬೇಕಲ್ಲ, ಸಾಲದವರೆಲ್ಲ ನನ್ನ ಮನೆಗೆ ಬರ್ತಿದ್ದಾರೆ ಅಂತ ಕೇಳಿದೆ. പക്ഷേ റജി പാസ്റ്റർ അതിൻ്റെ അകത്ത് പറയുന്നൊരു ഉത്തരം ഉണ്ടായിരുന്നു, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, അത് മാത്രം നിന്റെ സൊല്യൂഷനുള്ളൂ, നിന്റെ പ്രശ്നങ്ങൾക്ക് മേൽ നിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ എന്ന് പറയുമായിരുന്നു. ಆದರೆ ಅದರ ಪ್ರತಿ ಉತ್ತರವಾಗಿ ಅವರು ಹೇಳ್ತಾರೆ, ಪರಿಶುದ್ಧಾತ್ಮ ಪವಿತ್ರಾತ್ಮನ ಹೊಂದಿಕೋ, ಅದೇ ಒಂದು ನಿನ್ನ ವಿಷಯಗಳಿಗಿರೋ ತೊಂದರೆ ಒಂದು ಸೊಲ್ಯೂಷನ್ ಪವಿತ್ರಾತ್ಮನೇ ಅಂತ ಹೇಳಿದ್ರು. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിനൊരു തീരുമാനം ചോദിക്കുമ്പോൾ ഇത് പറയുമ്പോഴത്തേനും തപ്പക്കെത്തിയേ. പിന്നെ ನಾವು ಒಂದು ತೊಂದರೆ ಹೇಳುವಾಗ ಅದಕ್ಕೆ ಒಂದು ಸೊಲ್ಯೂಷನ್ ಹೇಳಿದೆ, ಅದಕ್ಕೆ ಈ ಥರ ಹೇಳುವಾಗ ತುಂಬ ಕೋಪ ಬರ್ತಿತ್ತು. പിന്നെ വേറെ സൊല്യൂഷൻ പറഞ്ഞുതരാൻ വേറെ ആളില്ലാത്തത് കൊണ്ട് ഞാൻ ഈ സൊല്യൂഷൻ കേട്ട് ಬೇರೆ ಸೊಲ್ಯೂಷನ್ ಹೇಳಿಕೊಡದೆ ಕಾರಣವಾಗಿ ಈ ಸೊಲ್ಯೂಷನ್ ನಾನು ಕೇಳಿದೆ. ലാസ്റ്റ് ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ಕೊನೆಯದಾಗಿ ಕೇಳಿದೆ, ಪವಿತ್ರಾತ್ಮ ಹೊಂದಿಕೊಳ್ಬೇಕಾದ್ರೆ ನಾನು ಏನು ಮಾಡಬೇಕು ಅಂತ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞാൻ പണ്ട് പഠിച്ച വചനങ്ങളൊക്കെ മറന്നുപോയി. ഞാൻ ഫുള്ളി ബ്ലാങ്ക് ആയ ഒരു അവസ്ഥയായിരുന്നു. ನಾನು ಹಳೆ ಕಲ್ತಿದ್ದ ವಾಕ್ಯಗಳು ಎಲ್ಲ ಮರ್ತೋಯ್ತು, ಫುಲ್ಲಿ ಬ್ಲ್ಯಾಂಕ್ ಆಗಿದ್ದೆ. അതിനുശേഷം ഇങ്ങനെ ഇരുന്ന് പിന്നെ രാത്രി ഒന്നും എനിക്ക് ഉറക്കമില്ലായിരുന്നു. ಮತ್ತೆ ರಾತ್ರಿ ಎಲ್ಲ ನನಗೆ ನಿದ್ದೆ ಇರಲಿಲ್ಲ. ഒരുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കും. ಒಂದು ನಿದ್ದೆ ನಂತರ ಎದ್ದು ಕೂತ್ಕೊಂತೀನಿ. ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് രാത്രി ഉറക്കമില്ലെന്ന് പറഞ്ഞു. ಪಾಸ್ಟರ್ ಹತ್ರ ಹೇಳಿದೆ, ಪಾಸ್ಟರ್ ನನಗೆ ರಾತ್ರಿ ನಿದ್ದೆ ಇಲ್ಲ ಅಂತ. എന്നോട് ചോദിച്ചു, എത്ര മണിക്ക് എഴുന്നേക്കണേന്ന് ചോദിച്ചു. ಆಗ ಪಾಸ್ಟರ್ ಕೇಳಿದೆ, ಎಷ್ಟು ಗಂಟೆಗೆ ಎದ್ದೇಳ್ತೀಯ ಅಂತ. 2 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുമെന്ന് പറഞ്ഞു. 2 ಗಂಟೆಗೆ ಎದ್ದೇಳ್ತೀನಿ ಅಂತ ಹೇಳಿದೆ. എന്നാൽ 2 മണിക്ക് നീ ഇരുന്ന് പ്രാർത്ഥിച്ചു, 2 മണിക്ക് ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു. ಸರಿ, 2 ಗಂಟೆ ಚೆನ್ನಾಗಿರೋ ಸಮಯ ದೇವರು ಕೇಳ್ತಾರೆ, ಆ ಸಮಯದಲ್ಲಿ ಕೂತು ಪ್ರಾರ್ಥಿಸು ಅಂತ. ഞാൻ പിന്നെ 2 മണിക്ക് അലാറം വെച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ಮತ್ತೆ 2 ಗಂಟೆಗೆ ಅಲಾರಾಮ್ ಇಟ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ಶುರು 2 ಮಾಡಿದೆ. മണിക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം കേൾക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് കേൾക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചതാ. 2 ಗಂಟೆಗೆ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಿಲ್ಲ ಅಂತ ಸ್ಥಿತಿಯಲ್ಲಿ ನಾನು ಆ ಸಮಯದಲ್ಲಿ ಕೂತು ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ಶುರು ಮಾಡಿದೆ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നോരോന്ന് കുറഞ്ഞു വന്നു. ದೇವರ ವಾಕ್ಯಗಳು ಓದಿ ನಾನು ಪವಿತ್ರಾತ್ಮನ ಹೊಂದಿಕೊಂಡ ನಂತರ ನನ್ನ ತೊಂದರೆಗಳು ಒಂದೊಂದಾಗಿ ಕಮ್ಮಿಯಾಗಿ ಬಂತು. ഞാൻ എന്നെ മാനിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ സഭയിൽ ചെല്ലരുതെന്ന് പറഞ്ഞ പാസ്റ്റർമാർ പിന്നെ എന്നെ വിളിക്കുന്നൊരവസ്ഥയിലേക്ക് ദൈവം എത്തിച്ചു. ನನ್ನನ್ನು ಮಾನಿಸಲ್ಲ ಅಂತ ಹೇಳೋ ಪಾಸ್ಟರ್ಗಳ ಮಧ್ಯದಲ್ಲಿ ದೇವರು ಹೋಗಿ ನನ್ನನ್ನು ತಲುಪಿಸಿದ್ರು. ദൈവം ചില സ്ഥലങ്ങളിൽ തന്നെ അയച്ചു. ದೇವರು ಸ್ವಲ್ಪ ಜಾಗದಲ್ಲಿ ನನ್ನನ್ನು ಕಳಿಸಿಕೊಟ್ರು. അവിടെ തൊടുന്നോടത്ത് സൗഖ്യം വന്നു. ಅಲ್ಲಿ ಮುಟ್ಟುವ ಜಾಗದಲ್ಲಿ ಸೌಖ್ಯ ಬಂತು. പലരും ആത്മാഭിഷേകം പ്രാപിച്ചു. ಅನೇಕರು ಆತ್ಮನ ಅಭಿಷೇಕ ಹೊಂದಿಕೊಳ್ಳಿದ್ರು. അപ്പൊ എനിക്ക് മനസ്സിലായി, ಅವಾಗ ನನಗೆ ಅರ್ಥವಾಯ್ತು, ഒരുത്തനെ പരിശുദ്ധാത്മാവ് തൊട്ട, ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಪವಿತ್ರಾತ್ಮ ಮುಟ್ಟಿದ್ರೆ ഒരു മനുഷ്യനും പ്രതീക്ഷ ഇല്ലാതിരുന്നാലും, ಒಂದು ವ್ಯಕ್ತಿ ಕೂಡ ಅವರ ಮೇಲೆ ನಿರೀಕ್ಷೆ ಇಲ್ಲದೆ ಇರುವಾಗ പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ മേലുണ്ടെങ്കിൽ അവിടെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ. ಪವಿತ್ರಾತ್ಮ ಒಂದು ವ್ಯಕ್ತಿಯ ಮೇಲೆ ಬಂದ್ರೆ ನಿರೀಕ್ಷೆಯನ್ನು ಉಂಟು ಮಾಡೋ ಸ್ಥಿತಿಗಳಾಗುತ್ತೆ.
അന്ന് മുതൽ നമ്മൾ കണ്ട് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യം എന്താണെന്ന് നമ്മൾ കണ്ട് ജീവിക്കാൻ തുടങ്ങി. ಅವತ್ತಿನ ಕ್ರೈಸ್ತರ ಜೀವಿತದ ಅಲ್ಪತನ ನೋಡಿ ಜೀವಿಸಿದೆ. പിന്നെ ഞാൻ പിൻപോട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ദൈവം ഈ കടത്തിക്കൊണ്ടുവന്ന വഴി, ನನ್ನನ್ನು ಹಿಂತಿರುಗಿ ನೋಡುವಾಗ ದೇವರು ನನ್ನ ಈ ಸಾಲದಿಂದ ಹೊರಗೆ ತಂದ ದಾರಿ, എന്നെ ഈ വഴിക്കൊക്കെ കടത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കത്തില്ലായിരുന്നു. ನಾನು ಆ ಕಷ್ಟಗಳಲ್ಲಿ ಹೋಗಲಿಲ್ಲ, ನಾನು ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ನಾನು ನಿಂತಿರ್ಲಿಲ್ಲ ಅಂತ. ദൈവത്തെ ഇപ്പൊ മനസ്സിലാക്കിയതുപോലെ ഞാൻ മനസ്സിലാക്കത്തില്ലായിരുന്നു. ದೇವರನ್ನು ಇವಾಗ ತಿಳ್ಕೊಳ್ಳೋ ರೀತಿಯಲ್ಲಿ ನಾನು ತಿಳ್ಕೊಂತಿರ್ಲಿಲ್ಲ. ദൈവം ഇതെന്റെ ജീവിതത്തിൽ വളരെ നന്മയ്ക്കായി ചെയ്തു. ದೇವರು ನನ್ನ ಜೀವಿತಕ್ಕೆ ತುಂಬಾ ಆಶೀರ್ವಾದವಾಗಿ ಈ ಕಾರ್ಯಗಳು ಮಾಡಿ ഇന്ന് ನಡೆಸಿದ್ರು. ദുഷ്ടൻ എന്നെ പല രീതിയിലും കൊന്നുകളയാൻ വരെ ശ്രമിച്ചപ്പോൾ, ഒരു കയറിൽ എന്നെ തീർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ഇന്ന് എന്നെ നിർത്തിയൊരു ദൈവം. ಇವತ್ತು ದುಷ್ಟನ ನಾನು ಒಂದು ಹಗ್ಗದಲ್ಲಿ ಮುಗಿಸಕ್ಕೆ ನೋಡುವ ಸಮಯದಲ್ಲಿ ಇವತ್ತು ನಾನು ನಿಲ್ಲಿಸಿದ ದೇವರು. ഈ സമയത്തും എനിക്ക് വേണ്ടി എൻ്റെ പല രാത്രികളിലും എൻ്റെ അമ്മച്ചി കരയണ എനിക്ക് കേൾക്കായിരുന്നു. ಈ ಅನೇಕ ರಾತ್ರಿಗಳನ್ನ ತಾಯಿ ನನಗೋಸ್ಕರ ಅಳುವ ಶಬ್ದ ನನಗೆ ಕೇಳ್ಬೋದಿತ್ತು. ഇന്ന് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ, ಇವತ್ತು ನಾವು ನಮ್ಮ ಸಂತಾನಕ್ಕೋಸ್ಕರ ನಾವು ಅಳುವುದಾದ್ರೆ, എന്നെ പിടിച്ചു നിർത്തിയൊരു ദൈവം, ನನ್ನನ್ನು ಹಿಡಿದು ನಿಲ್ಲಿಸಿದ ದೇವರು, 7 മാസമായി എന്നെ ബാംഗ്ലൂർ വരെ കൊണ്ടുപോയി നിർത്തിയ ഈ ദൈവത്തിന് 7 ತಿಂಗಳಲ್ಲಿ ಬೆಂಗಳೂರಲ್ಲಿ ಕರ್ಕೊಂಡು ನಿಲ್ಲಿಸಿದ ಈ ದೇವರಿಗೆ എന്തും സാധിക്കുന്ന ദൈവ, ಎಲ್ಲವೂ ಸಾಧಿಸುವ ഒന്നും ದೇವರು, അസാധ്യമില്ലാത്തവനായ ദൈവ, ಯಾವ್ದು ಸಾಧ್ಯವೇ ಇಲ್ಲದೆ ಇರೋ ದೇವರು. ഇന്ന് ദൈവത്തിന്റെ സന്നിധി നിൽക്കാൻ വേണ്ടി ഒരു മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ, ದೇವರ ಸಮುದ್ರದಲ್ಲಿ ನಿಲ್ಲಕ್ಕೆ ನಿಮಗೆ ಒಂದು ಮನಸ್ಸಿದ್ದರೆ, ചേറ്റിൽ നിന്ന് കയറ്റി ഉറപ്പുള്ള പാറമേൽ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ಕೆಸರಿಂದ ಮೇಲೆತ್ತಿ ದೃಢವಾದ ಬಂಡೆಯ ಮೇಲೆ ನಿಲ್ಲಿಸುವ ಒಳ್ಳೆ ದೇವರು. ലോകം പറയും നിന്നെ കുറിച്ച് ഇനി ഒരു പ്രതീക്ഷയില്ല, ഇനി നിന്നെ ആരും കൈക്കൊള്ളൂല്ലോ എന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവ് ഒരുത്തനെ മാനിക്കാൻ വേണ്ടി തയ്യാറായ, അവനെ ലോകം മുഴുവൻ മാനിക്കുന്ന ഒരവസ്ഥയിൽ നടത്തുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നു. ಲೋಕ ಪೂರ್ತಿಯಾಗಿ ಒಟ್ಟಾಗಿ ಹೇಳ್ತಾರೆ ನಿನ್ನ ಮೇಲೆ ನಿರೀಕ್ಷೆ ಇಲ್ಲ, ಆದ್ರೆ ಪವಿತ್ರಾತ್ಮನನ್ನು ಮಾನಿಸುವ ಒಂದು ದಿನಗಳು ಬರುತ್ತೆ. ഇന്ന് എന്റെ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, ಇವತ್ತು ನನ್ನ ಸ್ಥಿತಿಯಲ್ಲಿ ಇರೋ ಯಾರಾದ್ರಲ್ಲಿ ಇದ್ದರೆ, ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നോ, ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ ധാരാളമായി എന്റെ മേൽ നൽകണേ, ಇವತ್ತು ಪವಿತ್ರಾತ್ಮನೆ ಧಾರಾಳವಾಗಿ ನನ್ನ ಮೇಲೆ ಕೊಡಿರಿ ಅಂತ ಕೇಳಿರಿ. എന്നെ പിടിച്ചു നിർത്തിയ ദൈവം നിങ്ങളെ ഉയർത്തി നിർത്തുവാൻ വേണ്ടി ശക്തനാണ്. ನನ್ನನ್ನು ಹಿಡಿದು ನಿಲ್ಲಿಸಿದ ದೇವರು ನಿಮ್ಮನ್ನು ಕೂಡ ಮೇಲೆತ್ತಕ್ಕೆ ಶಕ್ತನಾಗಿದ್ದಾನೆ. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ದೇವ ನಮ್ಮ ಒಬ್ಬೊಬ್ಬನ ಆಶೀರ್ವದಿಸಲಿ. ആമേൻ.